ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തേ സൂരയ തേജോ വാരിമൃതം യഥാ വിനിമയോ യത്ര സർഗോമുഷ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരന്തീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 13-ാമത്തെ അധ്യായം 50 ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. കാണാതായ ധൃതരാഷ്ട്രയും ഗാന്ധാരിയും തിരയുമ്പോൾ നാരദൻ ചില സംഗതികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ധൃതരാഷ്ട്ര സഹഭ്രാത്ര ഗാന്ധാര്യ ച സ്വഭാര്യയായിട്ടുള്ള ഗാന്ധാരിയോടുകൂടി ധൃതരാഷ്ട്രർ പോയി. ദക്ഷിണേന ഹിമവത ഋഷീണാം ആശ്രമം ഗത, തെക്കുകൂടെ ഋഷികളുടെ ആശ്രമത്തെ പ്രാപിച്ചു. ഇനി അടുത്ത് പറയുന്നു, സ്രോതോപി സപ്തവിദ്യാവേ സുർദുനി സപ്തദാവ്യത സപ്താനാം പ്രീതയേ നാനാ സപ്തസ്രോത പ്രചക്ഷതേ. പോയിട്ട് എന്താ ചെയ്യാൻ പോണ, ഇനി ഇങ്ങോട്ട് വരില്ല എന്നർത്ഥം. യാ വൈ സ്വർദുനി, പ്രസിദ്ധമായ യാതൊരു സ്വർനദി, ഗംഗ നാനാ പ്രത്യേകം സപ്താനാം പ്രീതയെ, 7 കൈവഴികളായിട്ടാണ് ഒഴുകണത് എന്നാണ്. അവിടെ സപ്താനാം പ്രീതയെ എന്ന് പറയുന്നത് സപ്തപി സ്രോതോപി, സ്രോതസ്സുകൾ കൊണ്ട് 7 കൈവഴികൾ 7 വ്യഥാത് വിഭജിക്കപ്പെട്ടു. സപ്തർഷികളുടെ പ്രീതിക്കായിക്കൊണ്ട് നിർത്തം. സപ്തർഷികളിൽ ഓരോരുത്തരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഓരോരോ കൈവഴികളായി തീർന്നിട്ടുണ്ട്. വ്യഥാത്ത് വിഭജിക്കപ്പെട്ടു. സപ്തസ്രോതസ് എന്നും കൂടി ഗംഗയ്ക്ക് അത് കാരണം പേരുണ്ട്. സപ്തസ്രോതസ് വേറൊരു പേരാണ്. ഗംഗാ, ജാഹ്നവി അതിൻ്റെ പേരുകളാണ്, പര്യായങ്ങൾ. അതിലൊന്നാണ് ഈ സപ്തസ്രോതസ്. ഞാൻ നദിയിൽ എന്താണ് ചെയ്യാൻ പോണത് എന്ന് പറയണു. ശ്ലോകത്തിലൊക്കെ അത് ഗംഗാനദിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി അതിൽ എന്ത് ചെയ്യണമെന്ന് അടുത്ത ശ്ലോകം. സ്നാത്വാനുസവനം തസ്മിൻ കുത്വാ ജാഗ്നീൻ യഥാവിധി അപ്പ് ഭക്ഷ ഉപശാന്താത്മാ സാർത്തേ വിഗതേഷണ. അതിൽ കുളിക്കും. സ്നാത്വ അനുസവന സന്ധ്യ തോറും, സവനം സന്ധ്യ, അനുസവനം സന്ധ്യ തോറും, എല്ലാ സന്ധ്യകളിലും. ഇവിടുന്ന് അങ്ങോട്ട് എത്ര ദിവസമുള്ള വെച്ചാൽ അത്രയും സന്ധ്യ നടത്താം. എത്ര ദിവസം ജീവിക്കുവെച്ചാൽ അത്രയും. അനുസവനം സ്നാത്വ, സ്നാനം ചെയ്തിട്ട്, യഥാവിധി വിധിപ്രകാരം, അഗ്നീൻ ഹുത്വ, അഗ്നിയെ ഹോമിച്ചിട്ട്, അപ്പ് ഭക്ഷ ജലമാത്രം ഭക്ഷണമായി കഴിച്ച്, വെള്ളം മാത്രം കഴിക്കും, വേറൊന്നും കഴിക്കില്ല. ഉപശാന്താത്മാ, ഉപശാന്തമായ മനസ്സോടു കൂടിയവനും, വിഗതേഷണ, ഏഷണികളോ സ്വാർത്ഥങ്ങളോ മനസ്സിലെ ഒരു സങ്കല്പവും അങ്ങനെ വേണം എന്നിട്ട് നേടണം എന്ന ചിന്തകളില്ലാതെ അവൻ ഇരിക്കുന്നു. ഇനി അവർക്കൊന്നും വലിയ ശരീരമാണ്ട് വെടിയണം, ഒന്നും ഈ ലോകത്തിൽ നേടാനില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ അപ്പ് ഭക്ഷ എന്ന് വായിക്കരുത്, അപ്പക്ഷ എന്നാണ് വാക്ക്. ചില വാക്കുകളൊക്കെ മൂർത്തിനന്യാദായ എന്ന് പലരും മൂർത്തിനന്യാദായ ഒരു അധികം പറയാറുണ്ട്. മൂർത്തിനന്യാദായ അത് തെറ്റാണ്. മൂർത്തിന്യാദായ അപ്പുഭക്ഷയില്ല. അവിടെ ഒരു ചന്ദ്രകല വായിക്കേണ്ട ആവശ്യമില്ല. അപ്പഭക്ഷ ഒറ്റ ഭയ കേൾക്കാൻ പാടും. അപ്പഭക്ഷ മൂർത്തിന്യാദായ, മൂർത്തിന്യാദായ, കാർഷ്ണ്യേന എന്ന് വായിക്കുക പലരും. ഒരുപാട് ആളങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ആദ്യം വായിച്ചിട്ടുണ്ടാവാം. കാർഷ്ണ്യേനല്ല, കാർഷ്ണ്യേന മൂർത്തിന്യാദായ അപ്പഭക്ഷ, ഒരക്ഷരേ അവിടെ വരും. അപ്പഭക്ഷ കാർഷ്ണ്യേന മൂർധ്ന്യ കാർഷ്ണ്യ എന്ന് വേണ്ട, അപ്പുഭക്ഷ എന്ന് വേണ്ട. അപ്പഭക്ഷ ഒറ്റ അപ്പഭക്ഷ ഉപശാന്താത്മ. അപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം, വെള്ളം മാത്രം ഭക്ഷിച്ച് സ ആസ്തി വിഗതേഷണ. അപ്പഭക്ഷ
അബ്ബെന്ന് ചന്ദ്രക്കലയാണ്, പകുതിയേ പാടുള്ളൂ. അബ്ബ് ഭക്ഷ എന്നില്ല, അബ്ബക്ഷ. അങ്ങനെ ഒരു ഏഷണയോ പ്രത്യേകിച്ച് ഒരു മനസ്സിൽ സങ്കല്പമോ ഇന്നത് നേടണം വേണം എന്ന ചിന്തയോ ഇല്ലാതെ ഇപ്പോൾ ശരീരം അങ്ങനെ വെടിയാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ തന്നെ വരണമാണ് അടുത്ത ശ്ലോകം. ജിതാസനോ ജിതശ്വാസ പ്രത്യാഗത ഷഡിന്ദ്രിയ ഹരിഭാവനയാസ്തമോമല. ജിതാസന ജയിക്കപ്പെട്ട ആസനങ്ങളോടും. ജയിക്കപ്പെട്ട ആസനങ്ങൾ എന്ന് പറയുമ്പോൾ പല ആസനങ്ങളുണ്ട്. പത്മാസനം, അർദ്ധപത്മാസനം, വീരാസനം. ഈ വക ആസനങ്ങൾ നന്നായിട്ട് വഴങ്ങി വരിക എന്ന് പറയുമ്പോൾ ഒരു ചമ്രം പെട്ടിട്ട് ഒരു കാല് മറ്റേ തുടരെ മുകളിൽ കയറ്റി വെച്ചിട്ട് അണച്ചാൽ അങ്ങനെ അല്ല, രണ്ട് കാലിൻ്റെ പാദവും രണ്ട് കാലിൻ്റെ ഇടയിലേക്ക് ഇട്ട് ഒരു കാൽ പോലും പുറത്തേക്ക് കാണരുത്. അപ്പം നമ്മളിരിക്കുന്നത് ഒരു കാലിൻ്റെ പടം പുറത്തേക്ക് കണ്ടിട്ടാണ്. ഒന്നിൻ്റെ കാണില്ല, കാരണം അത് തിരികും. മറ്റേത് പുറത്തേക്കല്ലേ വയ്ക്കുക, അതും കാണാത്തതുണ്ട്. അതിനാണ് പൂർണ്ണ പത്മാസനം എന്ന് പറയുക. രണ്ട് പാദവും കാണില്ല. ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ലോക്കായ പോലെയും അവിടെ നിന്ന് എണീക്കണമെങ്കിലും പാടാ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് അർദ്ധപത്മാസനത്തിലാണ് സാധാരണ ചമ്രം പിടിഞ്ഞിരിക്കുന്നത്. ഒരു പാദം കാണാം, മറ്റേ പാദം കാണില്ല. അതും രണ്ടും കാണാതെ ആലേ പൂർണ്ണ പത്മാസനമാവുള്ളൂ എന്നാണ്. എന്തായാലും അത്തരം ആസനങ്ങളെല്ലാം ഒരു 3 മണിക്കൂറെങ്കിലും ഇളകാതെ നമുക്ക് ഇരിക്കാൻ പറ്റണം. ഇനി ഒരു നിയമം ഇല്ലാണ്ട് ഏത് രീതിയിൽ നമുക്ക് ഇളകാതെ എങ്ങനെ വെച്ചാൽ അങ്ങനെ ഒരു കാല് പൊന്തിച്ചിട്ടോ എങ്ങനെ വെച്ചാൽ ഇഷ്ടം പോലെ വയ്ക്കാം. പക്ഷേ ആ ഇരുന്നത് ഒരു 3 മണിക്കൂർ ഇളകാൻ പാടില്ല. എങ്ങനെ വെച്ചോളൂ, നീട്ടിയിട്ടോ വയ്ക്കാം. ഒന്നിൻ്റെ മുകളിൽ കയറിയിട്ട് കീഴ്പ്പെട്ട കൂക്കി അങ്ങനെ വെച്ചോളൂ. ഒരു കാല് കയറ്റി വെച്ചോളൂ, ഒരു കാല് കയറ്റാണ്ട് വെച്ചോളൂ. ബെഞ്ചിൻ്റെ മുകളിൽ എങ്ങനെ നിങ്ങളത് ഇഷ്ടമുള്ളത്. അതിനാണ് സുഖാസനം എന്ന് പറയുക. തനിക്ക് എങ്ങനെയാണോ സ്വാധീനം. പക്ഷെ ആ ഇരുന്നത് എന്ത് ചെയ്യണം, 3 മണിക്കൂർ മാറ്റാൻ പാടില്ല. അതിനാണ് അങ്ങനെ പഠിച്ചാലാണ് എന്തോ എങ്ങനെ ഇരിക്കണേനെയും സുഖാസനം, നിയമമില്ലാത്ത ആസനം എന്ന് പറയാം. നിയമമില്ല, 3 മണിക്കൂർ ഇളകരുത്, അത് നിയമമുണ്ട്. എന്നാൽ അതിനെന്താ പറയാം, ജിതാസനനായി ഇരിക്കാൻ പറ്റുമോ? ഒരു അരമണിക്കൂർ ഇരിക്കാൻ പറ്റില്ല. ശീലിക്കാത്തവർക്ക് ആ കാലം അങ്ങോട്ട് ഇളകി, ഈ കാലം ഇങ്ങോട്ട് ഇളകി ആണ് ജിതാസനോ. ജിതശ്വാസ പ്രാണായാമം ശീലിച്ച് ശ്വാസ നിയന്ത്രണം പഠിച്ചവൻ. യഥാർത്ഥത്തിൽ ഉള്ളിലേക്കും പുറത്തേക്കും പോകേണ്ട ശ്വാസത്തിൻ്റെ ദൈർഘ്യം കൃത്യമാകുമ്പോൾ അത് അയാളെ നമുക്ക് ജിതശ്വാസൻ എന്ന് പറയാം. ഇപ്പം എല്ലാവരുടെയും ജിതശ്വാസന്മാരല്ലേ? അല്ല. നമ്മുടെയൊക്കെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പുറത്തേക്ക് എടുക്കുന്നതും ഉള്ളിലേക്ക് എടുക്കുന്നതും അളവ് വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. എന്തൊരറിവാണ് നമുക്കതൊക്കെ. വ്യത്യാസമുണ്ട് അത്രേ. വേണ്ട അളവിലല്ല എടുക്കണതും പുറത്തേക്ക് വിടണതും. ഏതെങ്കിലും ഒന്ന് വ്യത്യാസപ്പെട്ടിരിക്കും, ചിലപ്പോൾ രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കും. ആ കണക്കുണ്ട് അതിന്. കൃത്യമായിട്ട് ഇത്ര ഉള്ളിലേക്ക്, കൃത്യമായിട്ട് ഇത്ര പുറത്തേക്ക് സമമാണെങ്കിൽ അയാളുടെ ശ്വാസം ശരിയാണ്, ജിതശ്വാസനാണ്. ഭൂരിപക്ഷം ആൾക്കാരുടെയും കൃത്യമാവില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും രോഗങ്ങൾ വരണത് എന്നാണ്. ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പണ്ട് രോഗം വരാതിരിക്കാനാണ് അധികം ശ്രദ്ധിച്ചിരുന്നത്, വന്നിട്ട് ചികിത്സിക്കലല്ല. അപ്പം കൃത്യമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം ഈ ലോകത്തിൽ വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ, അഭ്യസിച്ചവർക്കേ ഉള്ളൂ. അല്ലാത്തവർക്കൊക്കെ അതിൻ്റെ ലെങ്ത്ത് വേണ്ടതിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് BP, ഷുഗർ, മറ്റ് പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവും. എല്ലാ രോഗങ്ങളുടെ അടിസ്ഥാനം ഇത് കൃത്യമല്ലാണ്ട് വരുമ്പോഴാണ്. ആയുസ്സടക്കം ഇത് കൃത്യമാണെങ്കിൽ ഒരാൾ 100 കൊല്ലം ജീവിക്കുന്നതാണ്. എന്തെല്ലാം അറിവുകളാണ് നമുക്കറിയാത്തതുള്ളത്. അപ്പോൾ ജിതാസനോ ജിതശ്വാസോ പ്രത്യാഹൃത ഷഡീന്ദ്രിയ. 6 ഇന്ദ്രിയങ്ങൾക്കും അടിമപ്പെടാത്തവനാണ് പ്രത്യാഹൃത ഷഡീന്ദ്രിയ. ഒരു ഇന്ദ്രിയങ്ങളും പറഞ്ഞതല്ല ഇവൻ കേൾക്കുക, ഇവൻ്റെ കീഴിലായിരിക്കും അത്. ഹരിഭാവനയാ വിഷ്ണു സ്വരൂപത്തെ ധ്യാനിക്കുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുക? ദ്വസ്ത രജസ് സത്വ തമോ അമല. രജസ് സത്യം എന്നീ ഗുണങ്ങളെ ജയിച്ചവൻ. അവന് സാത്വികം ഉണ്ടാവില്ല, അതിൻ്റെ അപ്പുറത്താവുന്നതാണ്. സാത്വികത്തിൻ്റെ അപ്പുറത്തുള്ളതാണ് നിർഗുണം.
സാത്വിക രാജസ താമസ ഭാവങ്ങൾക്ക് അപ്പുറത്തെത്തിയിരിക്കുന്നു. ധൃതരാഷ്ട്ര ജിതാസനോ ജിതശ്വാസോ പ്രത്യാഹിത ഷഡന്ദ്രിയ ഹരിഭാവനയ. എങ്ങനെ അതൊക്കെ കിട്ടിയത്? ഭഗവാനെ നിരന്തരം ചിന്തിച്ചതുകൊണ്ട്. ദ്വസ്ത രജസത്വതമോമല, ദ്വസ്ത ഇല്ലാണ്ടാക്കുക, രജതമോ സത്വഗുണങ്ങളെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. അപ്പം അവൻ നിർഗുണാവസ്ഥയിലാണ്. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധാരേ ഘടാംബരമിവാംബരെ. 2 ശ്ലോകം ഒന്നിച്ചാണ്. 55 ധ്വസ്തമായ ഗുണോ തർക്കോ നിരുദ്ധകരണാശയ നിവർത്തിതാഖിലാകാര ആർത്തേ താണരി വാചല. ഇവിടെയാണ് ക്രിയ വരുള്ളൂ, അപ്പോഴേക്ക് ആശയം മുഴുവനാവും. ഇവിടെ പറഞ്ഞാൽ ആത്മാനം, ആത്മാവ്, വീണ്ടും വേറൊരർത്ഥം മനസ്സിനെ. എത്ര അർത്ഥമായി? 3 അർത്ഥം ധാരാളമായി. ഒന്ന് ആത്മാവ് തന്നെ, പിന്നൊന്ന് ശരീരം, പിന്നൊന്ന് മനസ്സ്. ഒക്കെ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം പോകാം. ആത്മാവെന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ബുദ്ധി എന്നൊരർത്ഥമുണ്ട്, ചിലതിൽ ബുദ്ധി എന്നാവും അർത്ഥം കിട്ടുക. ഇവിടെയോ മനസ്സിനെ. വിജ്ഞാനാത്മനി, വിജ്ഞാനരൂപമായ ആത്മാവിൽ. കണ്ടോ? അപ്പോൾ ആദ്യത്തെ ആത്മാവല്ല, ഉറപ്പല്ലേ? ആത്മാവിനെ വിജ്ഞാന സ്വരൂപമായ ആത്മാവിൽ, ആത്മനി ആത്മാവിൽ സംയോജിപ്പിച്ചിട്ട് തം ആ വിജ്ഞാനാത്മാവിനെ ക്ഷേത്രജ്ഞനിൽ ലയിപ്പിച്ചിട്ട് തം അവനെയും ആധാരേ ബ്രഹ്മണി ആശ്രയം എന്നു പേരുള്ള ബ്രഹ്മത്തിൽ ഘടാംബരം അംബരേ ഇവ ആകാശത്തിൽ എന്ന പോലെ, ഘടാകാശത്തെ ആകാശത്തിൽ എന്ന പോലെ പ്രവിലാപ്യ ലയിപ്പിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് മുഴുവനാവണത് അടുത്ത 2 ശ്ലോകത്തിനാണ്. ധ്വസ്തമായ ഗുണോദർക്കോ 55 ശ്ലോകം. ഇവിടെ പറയണ ധ്വസ്തമായ ഗുണോദർക്ക, ധ്വംസിക്കപ്പെട്ട മായാഗുണങ്ങളുടെ ബലമായ വാസനയോട് കൂടിയിട്ട്, എന്നുവെച്ചാൽ നശിപ്പിക്കപ്പെട്ട വാസന ഇല്ലാണ്ടാക്കിയിട്ട് എന്നർത്ഥം. അത്രയേ ഉള്ളൂ. ധ്വസ്തമായ ഗുണോദർക്കോ, വളച്ചു കെട്ടേണ്ട കാര്യമൊന്നുമില്ല, മായാഗുണങ്ങളില്ലാണ്ടാക്കിയിട്ട് എന്ന് ചുരുക്കി പറയാച്ചാൽ. നിരുദ്ധകരണാശയ, കരണങ്ങൾ ഇന്ദ്രിയങ്ങൾ മുതലായിട്ടുള്ളതിനെയും ഇല്ലായ്മ ചെയ്തിട്ട്, നിവർത്തിത അഖിലാഹാര, ആഹാരങ്ങൾ ഉപേക്ഷിച്ചിട്ട്. ഒക്കെ നിവർത്തിക്കാൻ നെഗറ്റീവ്, ആഹാരത്തെ നിന്നും വേണ്ട എന്ന അവസ്ഥയിലായി. ആചല, ഇളക്കമില്ലാത്തതായ ഒരു കുറ്റി, ഒരു മരക്കുറ്റി, തൂണ് പോലെ ഇരിക്കുന്നു. അപ്പം അതാണ് അവസ്ഥ. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വിവരിച്ചതാണ്, അത്രയേ ഉള്ളൂ. ആദ്യത്തെ ശ്ലോകമാണ് കുറച്ചും കൂടി അർത്ഥം പറയാനുള്ളത്. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധായ ഘടാംബരമിവാംബരെ. ഇവിടെ ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ മനസ്സിലാവും. ഘടാംബരം ഇവ അംബരെ. ഇത് അംബരം എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? അതും അറിയാനുണ്ട്. ആകാശം എന്ന് പറഞ്ഞാൽ ആത്മീയ ടെർമിനോളജിയിൽ ചില വാക്കൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞാൽ വേഗം മനസ്സിലാവുക, അതുകൊണ്ട് പറയണമെന്നേ ഉള്ളൂ. ഒഴിഞ്ഞ സ്ഥലം എന്നാണ് ആകാശത്തിൻ്റെ അർത്ഥം. ഇവിടെ ഒന്നും ഇല്ലച്ചതിനെ നമുക്ക് ആകാശം എന്ന് പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വസ്തുവാണ് അവിടെ പറയുക. അപ്പോൾ ആകാശത്തിനെ ഇല്ലാണ്ടേക്കാൻ ഒരു വസ്തുവോടെ കൊടുന്ന് വെച്ചാൽ ആകാശമാണ് പോവും. ബോൾ കൊടുന്ന് വെച്ചാൽ പിന്നെ അവിടെ ബോളാണ് ഉള്ളത്. കുടം കൊടുന്ന് വെച്ചാൽ പിന്നെ അവിടെ കുടമാണ് ഉള്ളത്. കുടം കൊടുന്ന് വെച്ചിട്ടില്ലെങ്കിൽ അവിടെ ആകാശമാണ് ഉള്ളത്. അതായത് ഒന്നുമില്ല എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്ത് ഒന്നുണ്ട് എന്ന് ചുരുക്കം. ആകാശമുണ്ട്. ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ ഇല്ല. ഒരു വസ്തു അവിടെ ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? ആകാശമുണ്ടാവും. അപ്പോൾ മനസ്സിലായിട്ടോ എന്താണ് ആകാശം എന്ന് പറഞ്ഞാൽ ഇല്ലേ? ഇനി പറയാം, ആ ആകാശം തന്നെ ഒരു കുടത്തിൻ്റെ ഉള്ളിൽ വേറൊന്നുമില്ല, വെള്ളം നിറച്ചിട്ടില്ലെങ്കിലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ആകാശം. അപ്പോൾ ആ ആകാശത്തെ നമുക്ക് എന്ത് പറയാം? ഘടാകാശം എന്ന് പറയും. കുടത്തിൻ്റെ ഉള്ളിലൊന്നുമില്ല, അതിനെ ഘടാകാശം എന്നും കുടത്തിൻ്റെ പുറത്തുള്ളതിനെ പടാകാശം എന്നും പറയും. ഇവിടെ അതാണ് സൂചിച്ചത്. പിന്നെ ഘടാംബരം ഇവാംബരെ, വെറും അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം, പടാകാശം എന്ന് ചുരുക്കം. കുടത്തിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ആകാശവും പുറത്തെ ആകാശവും ഒന്നാവും. എങ്ങനെ? കുടം പൊട്ടിയാൽ. മണ്ണുകൊണ്ടാണ് കുടം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കുടാണ്ട് പൊട്ടിയാലോ ഘടാകാശം അവിടെ ഉണ്ടാവില്ല. കട ഉണ്ടെങ്കിലേ ഘടാകാശമുള്ളൂ. പിന്നെ അവിടെ ഉള്ളത് വെറും ആകാശമാണ്. ഇതേപോലെ ഈ ബാക്കിയൊക്കെ എളുപ്പമാണ്. വിജ്ഞാനാത്മനി സംയോജ്യ,
മനസ്സിനെ വിജ്ഞാനമരൂപമായിരിക്കുന്ന ആത്മാവിൽ ബുദ്ധിയിൽ ലയിപ്പിച്ചിട്ട് ബ്രഹ്മണ്യാത്മാനമാധാരേ ബ്രഹ്മനിഷ്ഠയിലെത്തി എന്ന് ചുരുക്കം. ഈ പ്രക്രിയകൾ പറയുന്ന സമയത്ത് എപ്പോഴും ഗീതയിലൊരു ശ്ലോകമുണ്ട്, ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനസസ്തു പരാബുദ്ധേയോ ബുദ്ധേ പരതസ്തു സ. അർജുന, ശരീരത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി. ഏതൊന്ന് ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നുവോ അത് ആത്മാവായ ഞാനാണെന്ന് നീ അറിയണം. ഈ ക്രമം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ആത്മീയത്തിൽ വരുമ്പോൾ. ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ആണെങ്കിൽ കുറിച്ചിടാൻ എവിടെയെങ്കിലുമൊക്കെ വിരോധമില്ല. ശരീരം, അതിന് മുകളിലായിട്ട് ഇന്ദ്രിയങ്ങൾ, അതിന് മുകളിലായിട്ട് മനസ്സ്, അതിന് മുകളിലായിട്ട് ബുദ്ധി, അതിന് മുകളിൽ ആത്മാവ്. ആത്മാവെന്ന് കൊണ്ട് തുടങ്ങി എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ ആത്മാവ് ഏറ്റവും ശ്രേഷ്ഠം. അതിൻ്റെ പിന്നെ താഴെ വരുന്നത് മനസ്സ്, പിന്നെ വരുന്നത് ബുദ്ധി, പിന്നെ ഇന്ദ്രിയങ്ങൾ, പിന്നെ ശരീരം. ഈ ഒരു ക്രമം നമുക്ക് എഴുതിയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും ആവശ്യം വരും അത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിരിക്കണമെന്നാണ്, അതായത് ആത്മനിഷ്ഠൻ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാസയുടെ കാര്യം കഥയായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ശരീരത്തെ ഇന്ദ്രിയങ്ങളിൽ ലയിപ്പിക്കുക, ഇന്ദ്രിയങ്ങളെ മനസ്സിൽ ലയിപ്പിക്കുക, മനസ്സിനെ ബുദ്ധിയിൽ ലയിപ്പിക്കുക, ബുദ്ധിയെ ആത്മാവിൽ ലയിപ്പിക്കുക. ഈ ഒരു ക്രമമാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു യോഗനിഷ്ഠ. അതിവിടെ ചെയ്തു എന്ന് ചുരുക്കം. തസ്യാന്തരായോ മേവാഭൂസന്യസ്താഖിലകർമ്മണ സാവ അദ്യധനാത് രാജൻ പരത പഞ്ചമേഹനി കളേവരം കർഷതി സ്വന്തച്ച ഭസ്മീ ഭവിഷ്യതി. 3 വരി ഉള്ള ശ്ലോകമാണ്. തസ്യാന്തരായോ മേവാഭൂ, ഇവിടെ നാരദ പറഞ്ഞാൽ അതിൽ വിഘ്നം ഉണ്ടാക്കണ്ട, അന്വേഷിച്ച് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണ്ട എന്ന് ചുരുക്കം. അത് മാത്രം അന്വേഷിക്കാനല്ലോ വേണ്ട. അന്തരായോ ഡോണ്ട് നെഗറ്റീവാണ്. ഇനി അതിൽ വിഘ്നം ന കുർവീത, വിഘ്നം കുറുവൻ, വിഘ്നം ഉണ്ടാക്കണ്ട. ബ്രഹ്മനിഷ്ഠന്മാരെ തിരിച്ച് കൊണ്ടുവരരുത്. അത് ഏറ്റവും വലിയ പാപം. നല്ലപോലെ ഉറങ്ങുന്ന ഒരാളെ ഉണർത്തിയാലും പാപമാണ്. അതുപോലെ തന്നെ ബ്രഹ്മനിഷ്ഠനെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതും പാപമാണ്. തസ്യ അന്തരായോ വിഘ്നം, മൈ വാഭൂ കൊണ്ടുവരരുത്, വിഘ്നം ഉണ്ടാക്കരുത്. സന്യസ്താഖില കർമ്മണ, എല്ലാ കർമ്മങ്ങളിൽ നിന്നും നിവർത്തിച്ചിരിക്കുന്നു. ഇനി അയാൾക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല, ഒരു വെള്ളം പോലും കുടിക്കാനില്ല. യോഗനിഷ്ഠയിൽ അങ്ങനെയാണ്, ഒന്നും ചെയ്യാനില്ല. സവ അദ്യതനാത് രാജൻ, ഇന്ന് മുതൽ അദ്യതനാത്, ഇന്ന് മുതൽ പരത പഞ്ചമേഹനി, 5 ദിവസത്തിലധികം ഉണ്ടാവില്ല ശരീരം കൊണ്ട് ഇവിടെ. മാക്സിമം ഏറ്റവും കൂടുതൽ പരമാവധിയാണ് 5 ദിവസം. അപ്പോൾ എല്ലാ സന്ധ്യ തോറും അദ്യതനാത്, ഇന്നു മുതൽ കളേവരം ഹാസ്യസി, 5 ദിവസം കൊണ്ട് ശരീരം ഉപേക്ഷിക്കും. ഹാസ്യതി ഉപേക്ഷിക്കും. സ്വഞ്ച ഭസ്മീ ഭവിഷ്യതി, ഭസ്മമായി തീരും. അപ്പം ഇന്നു മുതൽ അദ്യതനാത്, 5-ാം ദിവസത്തിൽ സ്വന്തം ശരീരത്തെ ഉപേക്ഷിക്കും. അദ്യതനാത്, ഇന്ന് മുതൽ 5 ദിവസം കൊണ്ട്. സവ അദ്യതനാത് രാജൻ പരത പഞ്ചമേഹനി, 5-ാമത്തെ ദിവസം ശരീരം ഉപേക്ഷിക്കും എന്നർത്ഥം. തസ്യാന്തരായോ മൈവാഭൂ, വിഘ്നം ഉണ്ടാക്കരുത്, ഭൂ ഉണ്ടാക്കരുത്, അന്തരായ വിഘ്നം ഉണ്ടാക്കരുത്. സന്യസ്താഖില കർമ്മണ, എല്ലാ കർമ്മത്തെയും സന്യസിച്ച് ഇന്ന് മുതൽ 5-ാമത്തെ ദിവസം, അതാണ് അദ്യതനാത് രാജൻ, 5-ാമത്തെ ദിവസം, പഞ്ചമേഹനി 5-ാമത്തെ പകൽ, കളയവരം ഹാസ്യതി സ്വം തച്ച ഭസ്മി ഭവിഷ്യതി, ആ ശരീരത്തെ ഉപേക്ഷിച്ച് ഭസ്മമായിട്ടത് ഭവിക്കും. ദഹ്യമാനേഹേ പത്നി തകോടജേ ഭഗീതിദാപതിന്ദി തമഗ്നിം അവിവേഷിതി.
അഗ്നിയിൽ ദഹിച്ചാലോ? ഇത് കാത്ത് പത്നി പുറത്ത് നിൽക്കുന്നുണ്ട്. ദഹ്യമാനേ അഗ്നിബിർ ദേഹേ, ദേഹേ അഗ്നിബിർ ദഹ്യമാനേ. ദേഹം അഗ്നിയിൽ, തൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാക്കിയ അഗ്നിയിലാണ്, പുറത്തുനിന്ന് കൊടുക്കുന്ന അഗ്നിയിലല്ല. ലയിക്കുമ്പോൾ, അഗ്നിയിൽ ദഹിക്കുമ്പോൾ, ദഹ്യമാനെ ദഹിക്കുമ്പോൾ. പത്നി സഹോദജേ, പത്നി ഭാര്യ ഭർത്താവിനെ അനുസരിച്ച്, പത്യു ആ പതിയെ അനുസരിച്ച്, സഹോദജേ പർണശാലയ്ക്ക് പുറത്ത് നിൽക്കുമ്പോൾ, ബഹിസ്ഥിത പുറത്ത് നിൽക്കുന്നതായിട്ടുള്ള പത്നി പതിം അനുവേക്ഷതി, പതിയെ അനുസരിക്കും. ഏത് വഴിക്ക് ഭർത്താവ് പോയോ ആ വഴിക്ക് തന്നെ പത്നിയായിരിക്കുന്ന ഗാന്ധാരിയും പോകും. ബഹിസ്ഥിത പുറത്ത് നിൽക്കുന്നവളും സാധി പതിവ്രതയും ആയ. ഒരിക്കലെങ്കിലും പാതിവ്രതത്തെ തെറ്റിയിട്ട് ഗാന്ധാരി നിലകൊണ്ടിട്ടില്ല. അവരുടെയൊക്കെ പരമമായിരിക്കുന്ന വ്രതം അതിലാണ് അവർ കരുതിയത്. ഇപ്പം ബഹിസ്ഥിത പുറത്ത് നിൽക്കുന്നവളും സാധി പതിവ്രതയും ആയ പത്നി പതിം ഭർത്താവിനെ അനുസരിച്ച് താം അഗ്നിയും പ്രവേക്ഷ്യതി, ആ അഗ്നിയെ പ്രവേശിക്കും. അതോടുകൂടി അവിടെ രണ്ടാളുടെ കഥ കഴിഞ്ഞു. ദഹ്യമാനെ അഗ്നിബിർ ദേഹേ, ദേഹം അഗ്നിയിൽ ദഹിച്ചിരിക്കുമ്പോൾ, പത്നി സഹോദജേ പർണശാലയോടുകൂടി പുറത്തിരിക്കുന്ന പത്നി, പതിയുടെ കൂടെ തന്നെ. ബഹിസ്ഥിത പതിം സാധിയായിട്ടുള്ളവൾ പുറത്ത് നിൽക്കുമ്പോൾ അഗ്നിം അന്വേഷിരി, ആ അഗ്നിയിൽ ഗാന്ധാരിയും പ്രവേശിക്കും. വിദുരസ്തുതാശ്ചര്യം നിശാമ്യ ഗുരുനന്ദന അഷ്ടശോകായുധത്തത്മാ ഗന്ധാ തീർത്ഥ നിഷേവക. അവിടെ വിദുരൻ ഇത് കാണും എന്നാണ് പറയുന്നത്. നിശാമ്യ കണ്ടിട്ട്, നിശമ്യ കേട്ടിട്ട്, നിശാമ്യ കണ്ടിട്ട്, ദീർഘട്ട കണ്ടിട്ട് എന്നാണ്. ഇത് വിദുരൻ കാണും. അപ്പോൾ വിദുരൻ അവിടെ ആയിരിക്കണം. വിദുരസ്തു തത് ആശ്ചര്യം, ഈ അത്ഭുതം വിദുരൻ കണ്ടിട്ട്, അല്ലയോ ഗുരുനന്ദന ധർമ്മപുത്ര, ഹർഷശോകായുധത്തത്മാ ഗന്ധ തീർത്ഥ നിഷേവക, തീർത്ഥസ്നാനത്തിനായി കൊണ്ടുപോകും. തീർത്ഥസ്നാനത്തിനായി കൊണ്ട് പോകും. ഹർഷമുണ്ട്, ശോകമുണ്ട്. എന്താ, ശരീരം പിടിഞ്ഞു, ഇതിലൊക്കെ എല്ലാവരോടും സ്നേഹമുണ്ട്. അപ്പോൾ ഒരു ജീവിതം അവസാനിക്കുമ്പോൾ ഒരു ദുഃഖം എല്ലാവർക്കും ഉണ്ടാവും. അതേ സമയത്ത് നല്ല വഴിക്കാണ് പോയത്. അപ്പോൾ ദുഃഖിക്കാനില്ല, വയസ്സായിട്ടാണ്. അപ്പോൾ ദേഹവിയോഗത്തിൽ ദുഃഖം കൊണ്ടും പോയ വഴി നല്ലതുകൊണ്ടായതുകൊണ്ട്, നല്ല വഴി ആയതുകൊണ്ട് സന്തോഷിച്ചും, ഹർഷ ശോക യുധത്തസ്മാൽ ഗന്ധ തീർത്ഥ നിഷേവക, തീർത്ഥസ്നാനത്തിന് പോകും ആണ്, ഭാവിയാണ്, ഗമിക്കും. ഗന്ധാ തീർത്ഥ നിഷേവക, ഇത് വിതുരം കണ്ട് സന്തോഷിച്ചിട്ടും കുറച്ചൊരു വിഷമത്തോടും കൂടി തീർത്ഥസ്ഥാനത്തിനായി കൊണ്ടുപോകും. ഇക്തിത്താരുഘട് സ്വർഗം നാരദസകതും പുരു വിതിട്ടിരോപചസ്തഗതികൃത്വാജഹാച്ചുച. നാരദനും തുമ്പുരുവും ഇതി ഉക്ത ഇപ്രകാരം പറഞ്ഞിട്ട്, ഇതൊക്കെ ഇവർ പറയണ്ടോ ധർമ്മപുത്രോട്? അത സ്വർഗം ആരുകൾ, സ്വർഗത്തെ ആരോഹണം ചെയ്തു പോയി. ഇത്യുക്ത ആരുഹത് സ്വർഗം, ഇത്യുക്ത ആരുഹത്, ഇത്യുക്ത ആധാരുഹത് സ്വർഗം, ഇത്യുക്ത ആഥ എന്നുണ്ട് അവിടെ, അതാണ് ഒരു ഥ വന്നത്. ഇക്തിത്വാധാരുഹത് സ്വർഗം നാരദ സകതുംബുരു, അഥ പിന്നീട് എന്നാണ്. ഇക്തിക്വ പറഞ്ഞിട്ടിക്വ അഥ ആരുഹത് സ്വർഗം നാരദ സകതുംബുരു യുധിഷ്ഠിരോ വചസ്തത്തെ ഗതികൃത്യാൻ ചുകാഞ്ചുച. ഇപ്രകാരം പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോയി. അവൻ്റെ വാക്കിനെ ഹൃദയത്തിൽ വെച്ചിട്ട് യുധിഷ്ഠിരൻ ഹൃദികൃത്വ, ആ വാക്കിനെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ദുഃഖങ്ങളെ ഉപേക്ഷിച്ചു. ദുഃഖിക്കാനില്ല, ഒരു വയസ്സായവരല്ലേ. പിന്നെ ഏതെങ്കിലും വഴിക്കോ നരകത്തിലേക്കോ പുനർജന്മത്തിലേക്കോ അല്ല പോകുന്നത്, മുക്തിക്കാണ്, നല്ല വഴിക്കാണ് പോകുന്നത്. അത് ഓർത്തിട്ട് ധർമ്മപുത്രൻ എന്ത് ചെയ്തു? സന്തോഷിച്ചു. ആ വാക്ക് മനസ്സിൽ സൂക്ഷിച്ച് സന്തോഷിച്ചു. യുധിഷ്ഠിരോ വചസ്തസ്യ ഹൃദികൃത്വ ജഹാശ്രുവ ശുച. ശുച എന്നുള്ളതാണ് അവിടെ ചുച എന്നായിരിക്കുന്നത്, സന്ധിയിൽ വരുന്നതാണ് ചുച. ഹൃത്വ ജുഹോ ശുച.
ചേരുമ്പോൾ ചുച എന്നാവും. ഹൃദി കൃത്വ ജഹ ചുച. അജഹാദ് എന്നാണ് വരുന്നത്. അജഹാദ് പ്ലസ് ശുച. അജഹാദ് പ്ലസ് ശുച അധഹ ചുച. മനസ്സ് ദുഃഖങ്ങളെ ഉപേക്ഷിച്ചു. ശുച ദുഃഖങ്ങൾ. അജഹാൽ ഉപേക്ഷിച്ചു. കൃത്വ ക്രിയയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അജഹാൻ കൃത്വ പ്ലസ് അജഹാദ് പ്ലസ് ശുച. 3 വാക്കുണ്ട് അതിൽ. കൃത്വ പ്ലസ് അജഹാത്ത്. അജഹാത്ത് എന്നാണ് വാക്ക്. പ്ലസ് ശുച. അജഹാത് ശുച. ആ ദുഃഖത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇപ്രകാരം പറഞ്ഞിട്ട് ആരുകൾ സ്വർഗത്തെ ആരോഹണം ചെയ്തു. തസ്യ വച വാക്കിനെ ഹൃദി കൃത്വ ഹൃദയത്തിൽ വെച്ചിട്ട്. ആ കൃത്വ എന്നുള്ളത് ഹൃദിയോടുകൂടി ചേരേണ്ടതാണ്. യുധിഷ്ഠിരോ വചസ്തത്യ ഹൃദി കൃത്വ. വചസ്സിനെ ഹൃദിയിൽ കൃത്വ ചെയ്തിട്ട്. അജഹാത് ശുച. 2 വാക്ക് അവിടെ ഉണ്ട്. അജഹാത് പ്ലസ് ശുച അജഹാത് ശുച. കൃത്വ അങ്ങോട്ട് പോരും. ഹൃദി കൃത്വ. ഇത് നമുക്ക് പാരായണം ഒന്ന് നോക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത ത്രയോദശോധ്യായ. സൂത ഉവാച. ഗുജരത്തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോ ഗതിം യാത്വാഗാദാസ്തിനപുരം തയാ വാപ്ത വിവിത്സിത. യാവതാ കൃതവാൻ പ്രശ്നാൻ ക്ഷത്താ കൗഷാരവാഗ്രത. യാതേക ഭക്തിർഗോവിന്ദേ തേഭ്യശ്ചോപരരാമഃ. തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്രസഖാനുജ ധൃതരാഷ്ട്രോ യുത്സുശ്ച സൂതശ്ചാരദ്വതപ്രദ. ഗാന്ധാരീ ദ്രൗപദീ ബ്രഹ്മൻ സുഭദ്രാജോത്തരാകൃപി. അന്യാഞ്ച ജാമയ പാണ്ഡോജ്ഞാതയ സതുധാസ്ത്രിയ. പ്രത്യുജ്ഞപ്രകർഷേണ പ്രാണം തന്നെ ഇവാഗതം അഭിസംഗമ്യ വിധവൽ പരിശൃംഗാഭിവാദനൈ. മുജുപ്രേമബാഷ്പൗഗംഭിരോത്കണ്ഠ്യകാതര. രാജാത്തമർഗയാഞ്ചക്രേകദാസനപരിഗ്രഹം തം ഭുക്തവന്തം വിശ്രാന്തമാസീനന്ദകുമാസനെ. പ്രശ്രയാവനതോ രാജാ പ്രാഗതേഷാഞ്ച തൃണ്ണതാം. വിധിഷ്ഠിരോവാച. അഭിസ്മരതനോ യുഷ്മൽ പക്ഷഛായാസമേതിതാൻ വിഭദ്ഗണാൻ വിഷാഗ്നാതിർമോചിത യത്സമാതൃകാ. കയാവൃത്യാവർത്തിതം വച്ചരദ്വിച്ഛിതി മണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനീകഭൂതലേ. ഭവത്പിതാ ഭാഗവതാ തീർത്ഥഭൂതാ സ്വയം ദിവോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സാന്തസ്തേന ഗതാഭൃത. അഭിനസ്തുതത്താദാ ബാന്ധവാ കൃഷ്ണദേവതാ ദൃഷ്ട്വാ സുധാവാ യഥവാ സ്വപര്യാന്തകമാസതേ. ഇത്യുക്തോ ധർമ്മരാജേന സർവം തത്സമവർണയൽ യഥാനുഭൂതം ക്രമശോ വിനായതുകുലക്ഷയം. നന്യപ്രിയം ദുർവിഷകം നൃണാം സ്വയമുപർത്തിതം നാവേദയത്സകരുണോ ദുഃഖിതം ദൃഷ്ടുമക്ഷമാ. കഞ്ചിത്കാലമതാവാസി സകൃതോ ദേവവത്സുഖം പ്രാതിജ്യേഷ്ഠസ്യ ശ്രേയസ്കൃ സർവേഷാം പ്രീതിമാമകൻ. അഭിപ്രതിര്യമാദണ്ഡം യഥാവതകാരിഷു യാവത്തധാരശൂദ്രത്തം ശാപക്ഷശതം യമ. യുധിഷ്ഠിരോലരാജ്യോ ദൃഷ്ടാ പൗത്രം കുലന്ധരം പ്രാതുർലോകപാലാഭ്യർമുദേവരയാശ്രിയ. ഏവം ഗ്രേഷു തക്താനാം പ്രമത്താനാം ദദീകയാ അത്യക്രാമത വിജ്ഞാതകാല പരമദുത്തര. പിതരത്തവിപ്രേത്യ ധൃതരാഷ്ട്രമഭാഷത രാജനിർഗമ്യതാം ശീഘ്രം പശ്യേതം വയമാഗതം. പ്രതിക്രിയാനയസ്യ കുതച്ചിൽ കർഹിതി പ്രഭോ സേവ ഭഗവാൻ കാല സർവേഷാന്ന സമാഗത. ഏന ചൈവാഭിമന്വയം പ്രാണേ പ്രിയതമേരബീജനസദ്ഗവിമുച്ഛേദകിമുദാന്യേതനാദിഭി. പിതൃഭ്രാതൃസുഹൃത്പുത്രാകഥാർത്ഥേ വിഗതം വയ ആത്മാജതയാകൃത്തപരഗേഹമുപാസസേ. അഹോ മയ്യസീ ജന്തോ ജീവിതാശായ ഭവൻ ഭീമാ ഭവച്ചിദം പിണ്ഡമാദത്തെ ഗൃഹബാലവൽ. അഗ്നിസിട്ടോ ദത്തച്ചാദ്ഗരോധാരാച്ച ദൂഷിതാഹൃതം ക്ഷേത്രം ധനം യേഷാം തദ്ദത്ത് അസുഭിക്രിയർ. തസ്യാഭിത്തവദേഹോയം കൃപണസ്യ ജിജീവിഷോ പരേത്യ നിശ്ചതോ ജീർണോ ജരയാ വാസസി ഇവ. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന. അവിജ്ഞാതഗതിരിച്ചക്യാസവേ ധീര ഉദാഹൃത.
യസ്വകാത് പരതോ വേഗാചാരുനിർവേദാത്മവാൻ ചകൃത്വാകരിംഗേകാപ്രഭജേസ്തനരോത്തമാം അതോ ദീചന്തിശഞ്ജാതൃരജ്ഞാതഗതിർഭവാൻ നിതോ പ്രാപ്തായ സക്കാല പുംസാം ഗുണവികർഷണ ഏവൻ രാജ ഉദിരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിത ആജമീഡ ചിത്വാശേഷു സ്നേഹവാസാന്ദ്രടിമുനോ നിശക്രാമപ്രാത് സന്ദർശിതാധ്വാ പതിം പ്രയാന്തം സുബലത്തെ പുത്രി പതിപദ ചാനുജഗാമസാദി ഹിമാലയന്നസ്തദണ്ഡം പ്രകർഷം മനസ്സിനാമിക സൽസംപ്രഹാര അജാതശത്രുകൃതമൈത്രോഹുദാഗ്നി വിപ്രാന്നത്ത തിലഗോ ഭൂമിരുക്മൈ ഗൃഹം ദ്രവിട്ടോ ഗുരുവന്ദനായ നവ പശ്യൽ പിതരോ സൗബലിഞ്ച തത്ര സഞ്ജയമാസ്തീനം പപ്രചോദിഗ്നമാനസാഗാവൽഗണേഗണത്താതോ വൃദ്ധോഹീന ച നേത്രയോ അംബാ ചഹതപുത്രാർത്ഥാ പിതൃവ്യക്വ ഗതസുഹൃ അഭിമയ്യകൃതപ്രജ്ഞേ ഹതബന്ധുസ്വഭാര്യ ആശംസമാനശ്രമളം ഗംഗായന്തുക്യതോ പദൽപിതട്ടുഭരതേ പാണ്ഡോ സർവാന്ന സുഹൃത അരക്ഷതാമ്യസനത പിതൃവ്യൂകഗതാവിധ സൂതൗവാച കൃപയാ സ്നേഹവൈക്ലവ്യ സൂതോ വിരഹകർഷിത ആത്മേശ്വരമചക്ഷാണോന പ്രത്യാഹാദിപീഡിത വിമൃജ്യ ആശ്രൂണി പാണിഭ്യാമിഷ്ടഭ്യ മാനമാത്മന അജാതശത്രുപ്രത്യൂജയ പ്രഭോപാദവനുസ്മരൻ സഞ്ജയ ഉവാച നാഹം വേദവിവൃതം പിത്രോർവക്കുലനന്ദന കാന്താര്യവ മഹാഭാഗോ മുക്ഷിതോപ്യമഹാത്മഭ്യാജഗാമ ഭഗവാൻ നാരദത്തകുതുംബുരു പ്രത്യുത്താഭിവാദ്യാകർത്താനുജോ അഭ്യർച്ചയന്നിവായുധിഷ്ഠിര ഉവാച നാഹം വേദഗതിം പിതൃ ഭഗവൻ കോ ഗതാവിധ അംബാഭാഗതപുത്രാർത്ഥ ക്വ ഗതാച തപസ്സിനി കർണധാരൈവരെ ഭഗവാൻ പാർദശഗാദ ബഭാഷേ ഭഗവാൻ നാരദോ വിനിതത്തമാ മാകഞ്ചന ശിശോരാജന്യതീശ്വരവസഞ്ജകൽ ലോകാഥബാല യസ്യമേവ ഗന്ധിബലിമീഷിതോ സ സഞ്ജുനക്തിഭൂതാനി സ ഏവാവീനക്തിജ യഥാ ഗാവോ നതി പ്രോദാത്തന്ത്യാം ബദ്ധ സുധാമൈ വാക്തന്ത്യാം നാമ ബദ്ധ ഭഗന്ധിബലിമീഷിതോ യഥാ ക്രീഡോവസ്കരാണാം സംയോഗ വിഗമാവിഹ ഇച്ഛയാ ക്രീഡതു സ്യാദാം തദേവേശേച്ഛയാ നൃണാം എന്മന്നതി ധ്രുവൻ ലോകം അധ്രുവം വാനചോ ഭയം സർവദാനഹി ശോച്യാസ്തേ സൗഹൃദ് സ്വസ്നേഹാദന്യത്ര മോഹജാൽ തസ്മാജിഹ്യംഗവൈക്ലവ്യം അജ്ഞാനകൃതമാത്മനാഗതം ത്വനാദാകൃപണ പ്രത്യേരം തേ ച മാം വിനാ കാലകർമ്മഗുണോ അധീനോ ദേഹോ അയം പാഞ്ചബോധിക കഥമന്യാന്ത ഗോവായൻ സർപ്പഗ്രത്തോ യഥാവരം മകർത്താന്യതകർത്താനമ്മപദാനി ചതുഷ്പദാം ബൽഗുവനി തത്ര മകതാഞ്ജിയോ ജീവശ്ച ജീവനം തടിതം ഭഗവാൻ രാജന്യേക ആത്മാത്മനാം തദൃക്ക അന്തരോനന്തരോ ഭാതി പശ്യതം മായൂരുധ സ്വയമത്യ മഹാരാജ ഭഗവാൻ ബോധഭാവന കാലരൂപോവതീർണോസ്യാം അഭാവായ സുരത്തിഷാം നിഷ്പാദിതം ദേവകൃത്യം അവശേഷം പതീക്ഷതേ താവത്വയമപേക്ഷത്വം ഭവേത്യാവധിഹീശ്വര ധൃതരാഷ്ട്രസഹപ്രാത്രാകാന്താര്യ ചഭാര്യ ദക്ഷിണേന ഹിമവതാ ഋഷീണാമാശ്രമം ഗത ശ്രോതോപി സത്യപര്യാപി സുത്വനീത തഥാ വ്യഥാത് സത്താനാം പ്രീതയേ നാന സപ്തസ്രോത പ്രചക്ഷതേ നാത്തോനുസമനന്ദ മിൻഗുപ്താ ച നിന്യഥാവിധി അപ്പക്ഷ ഉപശാന്താത്മ അപ്പഭക്ഷില അപ്പക്ഷ ഉപശാന്താത്മാ സകാത്തേ വിഗതേഷണ ചിതാർത്ഥനോ ജിതശ്വാത പ്രത്യാഗത ഷഡീന്ദ്രിയ കരിഭാവനയാദുത്തരജസ്തത്തമോമല വിജ്ഞാനാത്മനിതം ജോച്ച ക്ഷേത്രജ്ഞേ പ്രബിലപ്യത്തം ബ്രഹ്മണ്യാത്മാനമാധാരേ ഗടാംബരവിവാംബരെ സ്വസ്ഥമായ ഗുണോദർക്കോ നിരുദ്ധകരണാശയ നിവർത്തിതാഖിലാഹാര ആത്തേ തൗണിരിവാചല തസ്യാന്തരായോ മൈവാഭൂതന്യത്താഖിലകർമ്മണ സവ അദ്യതന രാജൻ ഭരത പശ്ചമേ പഞ്ചമേഹനി പഞ്ചമേഹനി കളേവരം ദിസന്തച്ച പത്നി ഭവിഷ്യമാന അഗ്നിവൃദ്ധേകെ പത്നി പത്നീതകൂടജേ വ്യക്തിത പതിന്തീതമഗ്നിം അനുവേക്ഷ്യതി വിതിരത്തു തദാശ്ചര്യം നിശാമ്യ കുരുനന്ദന അഷ്ടശോക യുധത്താത്മാ ഗന്ധാ തീർത്ഥനിഷേവക തിത്വാധാരുഹൻ സ്വർഗം നാരദത്തകദുംബുരു വിചിട്ടിരോപചത്തത്യകൃത ജഹാച്യുജ ഓം ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷയോപാഖ്യാനി ത്രയോദശോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.